ദേശാഭിമാനിയിൽ മറ്റ് പത്രങ്ങളിൽ ഇല്ലാത്തൊരു വാർത്ത ഇന്ന് ദേശാഭിമാനിക്കകത്തുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് കണ്ണുരുട്ടി മുതലാളി കുംഭമേളയെ പരിഹസിച്ചതിന് എന്ന വാർത്തയാണ്. അത് വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ വിരട്ടി ചാനൽ മുതലാളിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ. സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന കവർ സ്റ്റോറിയിൽ മഹാകുംഭമേളയെ പരിഹസിച്ചെന്നാരോപിച്ചാണ് നടപടി. പരാതികളെ തുടർന്ന് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത്. തങ്ങളുടെ ചാനൽ നിക്ഷേപകർ എഡിറ്റോറിയൽ തീരുമാനങ്ങളിൽ ഇടപെടാറില്ല എന്ന ഏഷ്യാനെറ്റിൻ്റെ തലമൂത്ത മാധ്യമപ്രവർത്തകരുടെ പ്രചാരണത്തിന് വിപരീതമാണ് മുതലാളിയായ രാജീവിൻ്റെ ഭീഷണി. യൂട്യൂബിലടക്കം പ്രസിദ്ധീകരിച്ച വീഡിയോ നിലവിൽ ചാനൽ പിൻവലിച്ചിട്ടില്ല. വാർത്താ വിഭാഗം മേധാവിയോട് അതൃപ്തി അറിയിക്കാൻ സ്ഥാപന ഉടമയ്ക്ക് നിരവധി ഔദ്യോഗിക വഴികൾ ഉണ്ടായിരിക്കെയാണ് പരസ്യാധിക്ഷേപം. ചെറു വിമർശം പോലും സഹിക്കാനാകാത്ത അസഹിഷ്ണുതയാണ് സംഘപരിവാർ ഹിന്ദുത്വ സംഘടനകൾക്കെന്ന് ഇത് വ്യക്തമാക്കുന്നു. സിന്ധുവിനെതിരെ B. മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളും ഇത് ഉറപ്പാക്കുന്നു. നേരോടെ നിർഭയം നിരന്തരം എന്ന ടാഗ് ലൈനുമായി പ്രവർത്തിക്കുന്ന ഈ ചാനലിന് മുതലാളിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നിർഭയം പ്രവർത്തിക്കാനാകൂ എന്നും ഇതോടെ വ്യക്തമായി. സാധാരണഗതിയിൽ ഈ വാർത്ത എഴുതുമ്പോൾ ഉണ്ടാകുന്ന നിഷ്പക്ഷത അല്ലെങ്കിൽ ഒരുതരം നിസ്സംഗമായുള്ള ഭാഷയിലല്ല ദേശാഭിമാനിയുടെ ഈ വാർത്ത എഴുത്ത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയും ഈ BJPക്കെതിരെയുമുള്ള BJP നേതാവിനെതിരെയുള്ളൊരു ഭാഷയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ച് ശക്തമായിട്ടും കുറച്ച് പരിഹാസമായിട്ടും സാധാരണഗതിയിലുള്ള നിസ്സംഗത വിട്ടിട്ടും ആണ് ആ വാർത്ത എഴുത്ത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്.